നമസ്കാരം. കുമാർക്കണത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മീനമാസത്തിന് തുടക്കമായിരിക്കുകയാണ്. മീനത്തിൽ നിരവധി ഗ്രഹങ്ങൾ വന്നെത്തുന്ന ഒരു സമയമാണിത്. ആത്മാവിന്റെയും ഊർജത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായ സൂര്യനെ മാസത്തിനു ശേഷം രാശി മാറി മാർച്ച് 14 മീനത്തിലെത്തിയിരിക്കുകയാണ്. വ്യാഴത്തിന്റെ രാശിയാണ് മീനം. മീനത്തിൽ ബുധനും ശുക്രനും നിലവിലുണ്ട്. സൂര്യനും എത്തിയതോടെ മീനം രാശിയിൽ ശുക്രാദിത്യയോഗവും ബുധാദിത്യയോഗവും രൂപപ്പെട്ടിരിക്കുകയാണ്. മീനം രാശിയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഡബിൾ രാജയോഗം 12 രാശികളുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തും. എങ്കിലും ഈ രാജയോഗങ്ങൾ കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള യോഗം 3 രാശിക്കാർക്കാണ്. ആ രാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യമായി ഇടവം രാശിയാണ്. ഇടവം രാശിയുടെ 11ാം ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗവും ശുക്രാദിത്യ രാജയോഗവും രൂപപ്പെട്ടിരിക്കുന്നത്. ഇടവം രാശിക്കാർക്ക് ഡബിൾ രാജയോഗത്തിലൂടെ അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ ഉണ്ടാകും. ജോലിസ്ഥലത്ത് ഉയർച്ചയുണ്ടാകും. കരിയറിൽ ശുഭകരമായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസയും പ്രീതിയും നേടും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ലാഭമുണ്ടാക്കാൻ മികച്ച ചില അവസരങ്ങളൊക്കെ വന്നെത്തും. ചില വലിയ ഓർഡറുകളോ കരാറുകളോ ബിസിനസ്സുകളുടെ സാമ്പത്തിക ഭാവി തന്നെ മാറ്റിമറിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാകും. ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകും. പ്രണയജീവിതവും കൂടുതൽ അനുകൂലമാകും. സമൂഹത്തിൽ ഇവരുടെ നിലയും വിലയും വർദ്ധിക്കും. അടുത്തത് തുലാം രാശിയാണ്. തുലാം രാശിയിൽ ജനിച്ചവർക്ക് ബുധാദിത്യ ശുക്രാദിത്യ രാജയോഗങ്ങൾ കൊണ്ട് ഭാഗ്യവും നിരവധി നേട്ടങ്ങളും ജീവിതത്തിലുണ്ടാകും. പൂർത്തിയാകാതെ വെച്ചിരുന്ന പല ജോലികളും ഇക്കാലയളവിൽ പൂർത്തിയാകും. കൂടാതെ ഇക്കാലയളവിൽ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും. തുലാം രാശിയുടെ 9ാം ഭാവത്തിലാണ് ഈ 2 രാജയോഗങ്ങളും രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഭാഗ്യത്തിന്റെ പിന്തുണ ഇവർക്കുണ്ടാവും. കൂടാതെ തുലാം രാശിയുടെ 9ാം ഭാവത്തിൽ കൊള്ളുന്ന ഈയൊരു രാശിമാറ്റം സാമ്പത്തിക സ്ഥിതി തന്നെ മെച്ചപ്പെടുത്തും. ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളും ഐശ്വര്യവും വരും. ജോലിയിൽ ചില വലിയ ഉത്തരവാദിത്തങ്ങൾ ഇവരെ തേടിയെത്തും. അതിലൂടെ കരിയറിൽ ഉയർച്ചയുണ്ടാകും. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടും. ജീവിത പങ്കാളിയുമായി കൂടുതൽ അടുക്കാനും സന്തോഷം പങ്കിടാനും സാധിക്കും. അടുത്തത് ധനുരാശിയാണ്. ധനുരാശിയിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ സന്തോഷം വന്നെത്തുന്ന സമയമാണിത്. ബുധ ശുക്രാദിത്യ രാജയോഗങ്ങൾ ഇവരുടെ 4ാം ഭാവത്തിലാണ് സംഭവിക്കുന്നത്. അതായത് 4ാം ഭാവത്തിലാണ് ഡബിൾ രാജയോഗം രൂപപ്പെടുന്നത്. ഇവർക്ക് സമൂഹത്തിൽ അംഗീകാരവും ജനസ്വീകാര്യതയും വർദ്ധിക്കും. കരിയറിൽ ഇവർക്ക് വലിയ ഉയർച്ചയുണ്ടാകും. ഈ കാലയളവിൽ നിരവധി യാത്രകളൊക്കെ പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് ദൂരദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ജോലി സംബന്ധമായ നേട്ടങ്ങളും ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഇക്കാലയളവിൽ ബിസിനസ് വിപുലപ്പെടുത്താനാകും. പുതിയ ചില ആശയങ്ങളിലൂടെ ലാഭമുണ്ടാക്കാനാകും. ദാമ്പത്യ ജീവിതം സുഖകരമായി തുടരും. പങ്കാളിയുമായുള്ള അടുപ്പം കൂടുതൽ ദൃഢമാകും. പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കും. ഇതൊക്കെയാണ് ഈ ഒരു ഡബിൾ രാജയോഗത്തിലൂടെ ഈ 3 രാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ.